ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടന ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ 35ാമത്തെ ഐറ്റമായിട്ട് പറയാനുള്ളത് തിരുവസ്ത്രങ്ങളിൽ സൂനാറ പൗരിത്യ സുറിയാനിയിൽ സൂനാറ എന്നതിന് ഇടക്കെട്ട്, അരക്കെട്ട് എന്നൊക്കെയാണ് അർത്ഥം. അരയിൽ കെട്ടുന്ന കെട്ട്. ഈ 1959 സുറിയാനി കത്തോലിക്കരുടെ ഉപയോഗത്തിനായി നൽകിയ ഓർദോ സെലബ്രാസിയോനിസ് കൂദാശ എന്ന് പറഞ്ഞിട്ട് 1959 അന്ന് നൽകിയ ആ നിർദ്ദേശങ്ങളിൽ ഈ സൂനാറയെക്കുറിച്ച് നൽകുന്ന നിർദ്ദേശം ഇതാണ്. സൂനാറ ഇതൊരു ചരടല്ല. ലത്തീൻ സഭയിൽ ചരടാണ്, പക്ഷേ സുറിയാനി കത്തോലിക്ക സഭയിൽ ചരടല്ല. പ്രത്യുത ഒരു കൈപ്പത്തി വീതിയുള്ള വസ്ത്രമാണ്. പുറകിൽ കൊളുത്തുകൊണ്ട് ബന്ധിക്കാം. നിറം പൈനയുടെ തന്നെ, പൈന ചൊല്ലി കാപ്പ. കുരിശുകളാൽ അലങ്കരിക്കുക. ഈ സൂനാർ എന്നത് കുരിശുകളാൽ അലങ്കരിക്കുന്നത് പതിവാണ്. ഒന്നുകൂടി പറഞ്ഞാൽ വൈദികർ അരയിൽ കെട്ടുന്ന വിശുദ്ധ വസ്ത്രമാണ് സൂനാറ. പൈന എന്ന് പറയുന്ന കാപ്പയുടെ അതേ വസ്ത്രം കൊണ്ടാണ് ഇതും നിർമ്മിക്കുന്നത്. കൈപ്പത്തിയുടെ വീതിയിൽ ഈ വീതിയിൽ അല്ലെങ്കിൽ 4-5 ഇഞ്ച് വ്യത്യാസത്തിലുള്ള ഒരു അരക്കെട്ട്. ഇത് മാർത്തോമ സ്ലീവായാൽ അലങ്കൃതമായിരിക്കും. കൊത്തീനയുടെ മുകളിൽ ബെൽറ്റ് പോലെ ധരിക്കുന്നു. അതിൻ്റെ ഒരുപാട് ദൈവവചനങ്ങൾ ഇതിന് പിന്തുണയ്ക്കാനുണ്ട്. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചമണിഞ്ഞ് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എന്ന വചനം പ്രതീകാത്മകമായി ആവിഷ്കരിക്കുകയാണ് ഇത്. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിക്കുക. അതാണ് എഫേസോസ് ലേഖനത്തിൽ പൗലോസ് 6:14 പറയുന്നത്. ആദ്യത്തെ പെസഹ ആചരിച്ച വിധവും ഇതിലേക്ക് ചെറിയ സൂചന നൽകുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-12. അരമുറുക്കി അരക്കെട്ട് കെട്ടി കാലിൽ ചെരുപ്പ് ധരിച്ച് കയ്യിൽ വടി പിടിച്ച് തിടുക്കത്തിൽ വേണം അത് ഭക്ഷിക്കാൻ. അത് യാഹ്വേയുടെ പെസഹ ആകുന്നു. ആ രാത്രി ഞാൻ ഈജിപ്ത് ദേശത്തിൽ കടന്നു പോകും. ഈജിപ്ത് രാജ്യത്തിലെ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ആദിയാതരയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ സകല ദേവന്മാരുടെയും മേലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യാഹ്വേയാകുന്നു. ഇപ്പോൾ അതിന് പുതിയ നിയമത്തിൽ പുതിയ അർത്ഥം കിട്ടി. പുതിയ നിയമത്തിൽ കർത്താവ് ഇങ്ങനെ ധൃതിയിൽ അല്ല കഴിച്ചത്, ചാഞ്ഞ് കിടന്നിട്ടാണ് അന്ത്യത്താഴം. അതായത് സ്വർഗത്തിലേക്കുള്ള പുറപ്പാടാണ്, സ്വർഗത്തിലേക്കുള്ള കടന്നുപോക്കാണ്. അതാണ് കുർബാന. അതിൽ പങ്കെടുക്കുന്നവർ പക്ഷേ ഒരുക്കമുള്ളവരായിരിക്കണം. ധൃതി വേണമെങ്കിലും ഒരുക്കം വേണം. അതിനാണ് അരമുറുക്കുന്നത്. ഈ പരൂസിയ എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ്റെ 2ാമത്തെ വരവ്. ഈ മനുഷ്യപുത്രൻ്റെ 2ാമത്തെ വരവിൻ്റെ മുൻ ആസ്വാദനം, പൂർവാസ്വാദനമാണ് വിശുദ്ധ കുർബാന. ഇടക്കാല ആഗമനം എന്നാണ് ക്ലെയർവോയിൽ വിശുദ്ധ ബെർണാർഡ് പറഞ്ഞത്. അതായത് ആദ്യത്തെ ആഗമനം മനുഷ്യാവതാരം, 2ാമത്തെ ആഗമനം ലോകാവസാനത്തിൽ. ഇതിനിടയിൽ കർത്താവ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇടക്കാല ആഗമനം, മിഡിൽ കമ്മിങ്. അതാണ് വിശുദ്ധ കുർബാന. അതായത് കർത്താവ് 2ാമതും വരാനിരിക്കുന്നു. ആ 2ാമത് വരാനിരിക്കുന്ന കർത്താവ് വന്നുകൊണ്ടേയിരിക്കുന്നു കൗതാശികമായിട്ട്. ഈ ലത്തീൻ സഭയിലാണെങ്കിൽ സ്ഥാപനവാക്യങ്ങൾ കരഞ്ഞിട്ട് പറയുന്ന വാക്കുകൾ എന്താണ്? അവൻ മരിച്ചു, അവൻ ഉത്ഥാനം ചെയ്തു, അവൻ വീണ്ടും വരും. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലതാണ് അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു, വീണ്ടും വരും. ആ വീണ്ടും വരുന്നത് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ആദിമസഭയിൽ മാറാനത്ത എന്ന പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. മാറാനത്ത എന്നത് 2 തരത്തിൽ അത് ഡിവൈഡ് ചെയ്യാം. ആ വാക്ക് മാറാനത്ത, കർത്താവെ വന്നാലും എന്നാണ് അതിൻ്റെ അർത്ഥം. മാറാനത്ത, മാറൻ അത്ത, ഇതാ കർത്താവ് വന്നു കഴിഞ്ഞല്ലോ എന്നാണ് അർത്ഥം. കർത്താവ് വന്നു കഴിഞ്ഞല്ലോ. അതായത് കുർബാനയുടെ ആരംഭത്തിൽ കർത്താവിനോട് പറയാണ് മാറാനത്ത, കുർബാനയുടെ അവസാനത്തിൽ പറയാണ്, കുർബാന കഴിയുമ്പോൾ പറയാണ് മാറൻ അത്ത, കർത്താവ് വന്നു കഴിഞ്ഞു. അതായത് കർത്താവിന് ദ്വിതീയ ആഗമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കുർബാനയിൽ. കുർബാന കഴിയുമ്പോൾ കർത്താവിന് ദ്വിതീയ ആഗമനം ആസ്വദിച്ചു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു, കവതാശമര് കണ്ടു കഴിഞ്ഞു, ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആഗസ്തീനോസും ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഇടക്കാല ആഗമനം എന്ന് പറയുന്നത് ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാർഡാണ് ഈ വാക്ക് ഉപയോഗിച്ചതെങ്കിലും ആഗസ്തീനോസിൻ്റെ രചനകളിൽ ഈ ചിന്തകളുണ്ട്. ഈ വാക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതായത് വിശുദ്ധ കുർബാന
കർത്താവിൻ്റെ പരൂസിയായുടെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ പൂർവാസ്വാദനമാണ്, മുൻ ആസ്വാദനമാണെന്നുള്ള ചിന്തകളൊക്കെ ആഗസ്തീനോസിൻ്റെ രചനകളിലും കാണാം. ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങിയിരിക്കണമെന്ന് ലൂക്കാസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വാക്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവൻ. യജമാനൻ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് മുട്ടിയാൽ ഉടൻ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ്റെ മടങ്ങിവരവും കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്ത ചെന്ന് അവർ പരിചരിക്കുകയും ചെയ്യും. അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തും. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അവരെ അങ്ങനെ ഒരുക്കമുള്ളവരെ കണ്ടാൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഏത് നാഴികയിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കാൻ സമ്മതിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. ഈ ഒരുക്കം അരമുറുക്കി സേവനം ചെയ്യാനുള്ള ഒരുക്കം, എപ്പോൾ വേണമെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം, ഇതാണ് ഈ അരക്കെട്ട് അല്ലെങ്കിൽ അരമുറുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ അടയാളമാണത്. മനുഷ്യപുത്രനെ എതിരേൽക്കാൻ മാത്രമല്ല, ദൈവത്തിന് ഹിതം ചെയ്യാനും എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. ഈ വരാനിരിക്കുന്നതിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീതി അവൻ്റെ അരക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. യെശയ്യാ 11:5. നീതിയാണ് അവൻ്റെ അരക്കെട്ട്, വിശ്വസ്തത അവൻ്റെ അരക്കച്ച. അപ്പോൾ നീതിയുടെയും വിശ്വസ്തതയുടെയും പ്രതീകമാണിത്. ശുദ്ധതയുടെ അടയാളമായിട്ടാണ് സഭയിൽ ഈ സൂനാറ, ഈ ബ്രഹ്മചര്യം വൈദികർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശുദ്ധതയുടെ അടയാളമായിട്ടും സൂനാറ അറിയപ്പെട്ടു. അതുകൊണ്ട് ഷമ്മാശന് സൂനാറ അണിയിക്കുമ്പോൾ മേൽപ്പട്ടക്കാരനായ മെത്രാൻ ഇങ്ങനെ ചൊല്ലുന്നു, കർത്താവേ, നിന്റെ ദാസൻ പൂർണ്ണ വിശുദ്ധിയോടെ നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നിലനിൽക്കാൻ ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ട് ഇവനെ ബന്ധിപ്പിക്കണമേ. എല്ലാത്തരം ലൗകിക ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും അകന്ന് വിശുദ്ധ വിചാരങ്ങളോടെയും തികഞ്ഞ വിശുദ്ധിയോടെയും തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള ശ്രമം ഇവനുണ്ടാകട്ടെ. അതായത് ഇഹലോക മോഹങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെയും കർത്താവിനായിട്ട് പൂർണ്ണമായും സമർപ്പിച്ച ഹൃദയത്തോടെ സേവന സന്നദ്ധനായിരിക്കുന്നതിൻ്റെയും അടയാളമാണ് ഈ സൂനാറ അല്ലെങ്കിൽ അരക്കെട്ട് അല്ലെങ്കിൽ അരക്കച്ച. ഇപ്പോൾ ഒരുപാട് തിരുവചനങ്ങൾ ഉൾച്ചേർത്തിട്ടാണ് ഈ സൂനാറയുടെ അർത്ഥം സഭ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ ഈ പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, പക്ഷേ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കണം. അതായത് ലിറ്റർജി എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ വചനം പ്രഘോഷിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം ഈ അരക്കച്ചയുമായിട്ടും അരക്കെട്ടുമായിട്ടും അരമുറുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വചനങ്ങളെല്ലാം ഈ അരക്കെട്ട് ധരിക്കുമ്പോൾ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ അരക്കെട്ടുമായിട്ട് ഈ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും ഈ വചനങ്ങളാണ് പ്രഘോഷിക്കുന്നത്. അതിനാൽ സൂനാറ എന്തുകൊണ്ടാണ് എന്നുള്ള ഈ ഏതെല്ലാം വചനങ്ങളാണ് സൂനാറയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന കാര്യം അച്ഛന്മാരെ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് ഈ സൂനാറ അരക്കെട്ടുമായിട്ട് വരുമ്പോൾ ജനങ്ങൾ ഈ വചനങ്ങൾ ഓർക്കുക, അങ്ങനെ ദൈവത്തെ സ്തുതിക്കുക. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണല്ലോ ലിറ്റർജി. അങ്ങനെയെങ്കിൽ വചന പ്രഘോഷണമാണ് ലിറ്റർജി. ഏതെല്ലാം വചനമാണ് സൂനാറ എന്ന് പറഞ്ഞ അരക്കെട്ട് പ്രഘോഷിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ദൈവജനത്തെ ബോധ്യപ്പെടുത്തണം. ഇപ്പം നമുക്ക് വീഡിയോയിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക, വേദപാഠ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ ഒരാളെ തന്നെ ആശ്രയിച്ച് നിൽക്കാതെ, ഇടവകപ്പള്ളിയിൽ വികാരിച്ചിന് മാത്രം ആശ്രയിച്ച് നിൽക്കാതെ നമുക്കിപ്പോൾ എല്ലാവർക്കും കിട്ടാവുന്ന തരത്തിൽ ഇതാ വന്നിരിക്കുന്നു. ഇത് നിങ്ങൾ പരസ്പരം കാറ്റഗിസം ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മറ്റ് കാറ്റഗിസം ടീച്ചേഴ്സിനൊക്കെ പകർന്നു കൊടുത്ത് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവർ മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ ലോകത്തുള്ള സകല കാറ്റഗിസം ടീച്ചേഴ്സും ഈ ലിറ്റർജിയിലെ ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ സഭയുടെ വലിയൊരു നവീകരണം സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.